ചെറിയ കുട്ടികളെ തന്നെ എന്തിനാണ് മതം പഠിപ്പിക്കുന്നതെന്നാണ് ചോദ്യം. ഇതൊരു പൊതുസമൂഹത്തോടുള്ള വല്ലാത്തൊരു ചോദ്യമാണ്. യഥാർത്ഥത്തിൽ ചെറിയ കുട്ടികളെ മതം പഠിപ്പിക്കുന്നത് PC സ്കൂളിൽ മാത്രമല്ല, എല്ലാ മദ്രസകളിലും ചെറിയ കുട്ടികളെയാണ് പഠിപ്പിക്കുന്നത്, എല്ലാ സൺഡേ സ്കൂളുകളിലും ചെറിയ കുട്ടികളെയാണ് പഠിപ്പിക്കുന്നത്. ചെറിയ കുട്ടികൾക്ക് വേണ്ടി മതവിരുദ്ധമായ പാഠങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി കമ്മ്യൂണിസ്റ്റുകാർക്കും യുക്തിവാദികൾക്കുമെല്ലാം അതിൻ്റേതായ മേഖലകളുണ്ട്, വേദികളുണ്ട്. അതേപോലെ തന്നെ ക്ഷേത്രങ്ങളോടനുബന്ധിച്ച് ചെറിയ കുട്ടികൾക്ക് മതപാഠങ്ങളുണ്ട്, എല്ലാവർക്കും ഉണ്ട്. ഇവിടെ PC സ്കൂളിനോട് മാത്രം നിങ്ങൾ ചോദിക്കുന്നതിൽ എന്താ അർത്ഥമുള്ളത്? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ചെറുപ്പകാലഘട്ടത്തിലെ മതപാഠങ്ങൾ പഠിക്കണം എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ മതം വിദ്വേഷത്തിൻ്റെ പാഠമല്ല. ഇപ്പം നിങ്ങൾ ആരോപിച്ച പുസ്തകം തന്നെ ഉണ്ടല്ലോ, ആ പുസ്തകത്തിൻ്റെ ഒരു 4 പേജ് മുമ്പേക്ക് മറക്കി. ആ പേജിൽ എന്താ പറയണേ? ആ പേജിൽ പറയുന്നത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ പഠിപ്പിച്ചത് നിങ്ങളോടൊപ്പമുള്ള നിങ്ങൾക്കറിയാവുന്ന അമുസ്ലിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യണമെന്നാണ്, അവരെ സ്നേഹിക്കണമെന്ന് പോലുമല്ല, അതിൻ്റെ അപ്പുറത്ത് അവരെ ബഹുമാനിക്കണമെന്നാണ്. എന്തുകൊണ്ടെന്നാൽ നിങ്ങളെപ്പോലെ തന്നെ അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണവർ. നിങ്ങളെപ്പോലെ അള്ളാഹുവിൻ്റെ സൃഷ്ടികളായ എല്ലാവരെയും, അത് ഹിന്ദുവാണെങ്കിലും മുസ്ലിമാണെങ്കിലും ക്രിസ്ത്യാനിയാണെങ്കിലും സിഖുകാരനാണെങ്കിലും ബൗദ്ധനാണെങ്കിലും അള്ളാഹുവിനെ തന്നെ നിഷേധിക്കുന്ന ഭൗതികവാദിയാണെങ്കിലും അവരെ മുഴുവനും സ്നേഹിക്കണമെന്ന പാഠം പഠിക്കേണ്ടത് 10ാം ക്ലാസ്സിലെത്തിയിട്ടല്ല, മറിച്ച് ചെറുപ്പത്തിലാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ഇതാണ് മതത്തിൻ്റെ പാഠം. ഇത് മാത്രമല്ല, ആ പാഠം പഠിപ്പിക്കണം അങ്ങനെ, അതാണ് നിന്നെ പ്രവാചകൻ പഠിപ്പിച്ചതെന്നാ, അതാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിന്നെ പഠിപ്പിച്ചത്. നിന്നോടൊപ്പമുള്ള അമുസ്ലിമായ ഒരു സുഹൃത്തിനെ, അതേപോലെ തന്നെ അമുസ്ലിമായ വലിയ ആളുകളെ ചെറിയ ആളുകളെ എല്ലാവരെയും ബഹുമാനിക്കണം. സ്നേഹത്തിനപ്പുറം, സ്നേഹത്തിൻ്റെക്കാളും മുകളിൽ റെസ്പെക്റ്റ് ചെയ്യണം. എന്തുകൊണ്ടെന്നാൽ അത് പ്രവാചകൻ പഠിപ്പിച്ച പാഠമാണ്. ഈ പാഠങ്ങളാണ് മതത്തിൻ്റെ മാനവിക പാഠങ്ങൾ. അതല്ലാതെ ഭൗതികവാദികൾ വിചാരിക്കുന്നത് പോലെ മതം എന്ന് പറയുന്നത് വിദ്വേഷമാണ് എന്ന് പഠിപ്പിക്കലല്ല മദ്രസകളിൽ, ചെറിയ സ്കൂളുകളിൽ, ചെറിയ ക്ലാസ്സുകളിൽ നമ്മളൊന്നും ചെയ്യുന്നത്. നിങ്ങൾ ഞങ്ങളുടെ കുട്ടികളോട് ചോദിക്കൂ. നമുക്ക് പറയാനുള്ളതാണ്, നമ്മുടെ കുട്ടികളോട് നിങ്ങൾ ചോദിക്കൂ മറ്റു മതവിശ്വാസികളെക്കുറിച്ചുള്ള സങ്കല്പം. മറ്റു മതവിശ്വാസികളെ എങ്ങനെ സ്നേഹിക്കണമെന്നാണ്, എങ്ങനെ റെസ്പെക്റ്റ് ചെയ്യണമെന്നാണ് സ്കൂളിൽ നിന്ന് പഠിപ്പിക്കുന്നത് എന്ന്. അപ്പോൾ അതുകൊണ്ട് ചെറിയ ക്ലാസ്സുകൾ മുതൽക്ക് തന്നെ മതപാഠങ്ങൾ പഠിപ്പിക്കണം. അവരുടെ സ്വഭാവങ്ങൾ, അതേപോലെ തന്നെ അവരുടെ പെരുമാറ്റങ്ങൾ എല്ലാം തന്നെ പ്രവാചകൻ്റെ മാതൃകയിലാക്കുന്ന രൂപത്തിലുള്ള പാഠങ്ങൾ പഠിപ്പിക്കുമ്പോൾ അവരിൽ മാനവികത ഉണ്ടാവുക ചെയ്യുക, അവരിൽ വെറുപ്പല്ല സ്നേഹം ഉണ്ടാവുക ചെയ്യുക, അവരിൽ വിദ്വേഷമല്ല മറിച്ച് എല്ലാവരോടുമുള്ള സമസൃഷ്ടി സ്നേഹം. ഇത് കഥ പറയല്ല, ഇവിടെ കൃത്യമായി പഠിപ്പിക്കുകയാണ്. വാളെടുക്കാൻ പഠിപ്പിക്കില്ല, റെസ്പെക്റ്റ് ചെയ്യാൻ പഠിപ്പിക്കുകയാണ്. ഇവിടെ പഠിപ്പിക്കുന്നത് എന്താ? അവർ അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ് നിന്നെപ്പോലെ തന്നെ, അതുകൊണ്ട് നിങ്ങൾ അവരെ സ്നേഹിക്കണം എന്നുകൂടിയല്ല, അവരെ റെസ്പെക്റ്റ് ചെയ്യണം, അവരെ ബഹുമാനിക്കണം. ഈ പാഠം പഠിപ്പിക്കാൻ 10ാം ക്ലാസ്സിലെത്തണോ? അപ്പോൾ അതുകൊണ്ട് മതപാഠങ്ങൾ എന്ന് പറഞ്ഞാൽ മാനവികതയുടെ പാഠങ്ങളാണ്. മതപാഠങ്ങൾ എന്ന് പറഞ്ഞാൽ നന്മയുടെ പാഠങ്ങളാണ്. മതപാഠങ്ങൾ എന്ന് പറഞ്ഞാൽ മനുഷ്യരെ മനുഷ്യരാക്കുന്ന പാഠങ്ങളാണ്. ആ പാഠങ്ങൾ കുട്ടിയുടെ വ്യക്തിത്വ രൂപീകരണത്തിൻ്റെ പ്രാഥമിക തലത്തിൽ തന്നെ നടക്കേണ്ടതുണ്ട്. അത് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിങ്ങളുടെ ബാധ്യതയാണ് സ്വന്തം കുട്ടികളെ മുസ്ലിമായി വളർത്തുക എന്നത്. ആ ബാധ്യതയുടെ നിർവഹണത്തിന് വേണ്ടിയാണ് അവരുടെ മക്കളെ പേരൻസ് ഞങ്ങളുടെ സ്കൂളിൽ കൊണ്ടുപോയി ചേർത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കൂളിൽ വെച്ച് മാനവികതയുടെ മതപാഠങ്ങൾ ചെറുപ്പകാലഘട്ടം മുതലേ പഠിപ്പിക്കും. അത് സ്കൂളിൻ്റെ നയമാണ്, അതിൻ്റെ വീക്ഷണമാണ്, അതിൻ്റെ രീതിയാണ്.